മന്ത്രി റോജി എം ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മലയാളം തുരുത്ത് നിവാസികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെ സർക്കാരിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കില്ല, അവർക്ക് കൃത്യമായ സൗകര്യമൊരുക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കുടുംബങ്ങളെ നമ്മൾ പെരുവഴിയിലാക്കാത്ത രീതിയിൽ എന്നാൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഇത് രമ്യമായി പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതുപ്രകാരമാണ് നമ്മൾ ഇരു കക്ഷികളുമായിട്ട് ചർച്ച നടത്തുന്നതും. ചർച്ചയിൽ പുരോഗതിയുണ്ട്. ചില നിർദ്ദേശങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലുണ്ട്. ഇപ്പോൾ നിലവിലെ അവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് നിലവിൽ താമസിക്കുന്ന സ്ഥലം വീടും തന്നെ അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ ആ വീടുകളിൽ തന്നെ താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൻ്റെ നിലവിൽ കോടതി വിധി ലഭ്യമായിരിക്കുന്ന എതിർ കക്ഷികൾ അവർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം സമീപത്ത് എവിടെയെങ്കിലും, അതായത് ഈ വില്ലേജിൽ തന്നെ സമീപത്ത് എവിടെയെങ്കിലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കാം എന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നും വന്നു. അങ്ങനെ രണ്ട് നിർദ്ദേശങ്ങളും പരിഗണിച്ച് നമ്മൾ ചർച്ചയുടെ ഭാഗമായി നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം നമ്മൾ ഈ അവരുടെ ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുമ്പിൽ സർക്കാർ ഒരാവശ്യം വെച്ചിട്ടുണ്ട്, ഒരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. അത് ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് തീർത്ത് ഇവർക്ക് ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു ആവശ്യമാണ് ഗവൺമെൻറ് അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അവിടെ ആ ലഭ്യമാകുന്ന സ്ഥലത്ത് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അവിടെ വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഈ കുടുംബങ്ങൾക്ക്. അത് വീടും വഴിയുമൊക്കെ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇരു കൂട്ടരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇരു കൂട്ടരും അത് കൂടി ആലോചിച്ച് അതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ ഇരു കൂട്ടരുടെയും തീരുമാനം അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ വിഷയം രമ്യമായി പരിഹരിക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോൾ പിരിയുന്നത്. ഇപ്പോൾ ഈ കോടതി തർക്കത്തിൽ കിടക്കുന്ന ഈ വസ്തുവിൽ തന്നെ സൗകര്യപ്രദമായി ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം കിട്ടാവുന്ന തരത്തിൽ, അതവിടെ വീട് പണിയാവുന്ന തരത്തിൽ സ്ഥലം കൊടുക്കണം എന്നുള്ള ആവശ്യം ഈ രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങളുണ്ടല്ലോ, രണ്ട് ദിശയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്ന നിലയിൽ ഈ വസ്തുവിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇവർക്ക് 5 സെന്റ് വീതം സ്ഥലം ലഭ്യമാക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു ആവശ്യം ഗവൺമെൻറ് ഈ ശങ്കരൻ നായരുടെ കുടുംബത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഈ കുടുംബങ്ങളും അവിടെയുള്ള കുടുംബങ്ങളുടെ മുമ്പിലും നമ്മൾ ആ ആവശ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് മാറി ഇത് രമ്യമായി തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന ആവശ്യം വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടു കൂട്ടരും അംഗീകരിച്ചിട്ടില്ല. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ചർച്ചയിലൂടെ തന്നെ ഈ വിഷയം രമ്യമായി പരിഹരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. ഇത് വളരെ ആർക്കും പ്രയാസങ്ങൾ കൂടാതെ ഭംഗിയായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചർച്ചയുടെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ അളക്കുന്നതിനെ സംബന്ധിച്ചോ അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടെങ്കിൽ ആ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ഈ വിഷയം തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ ഇരു കൂട്ടരും അവർ ചർച്ച ചെയ്ത് അത് അറിയിക്കും. അതനുസരിച്ച് നമ്മൾ തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ വിഷയം ഇരു കൂട്ടരുമായി സംസാരിച്ച് നമ്മൾ ഇതിനകത്തൊരു തീരുമാനത്തിലെത്തിയാൽ നമുക്ക് കോടതിക്ക് പുറത്ത് നമുക്ക് ഈ വിഷയം പരിഹരിച്ച് നമുക്കത് കോടതിയെ അറിയിക്കാൻ സാധിക്കും. അപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു പുറത്തൊരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ അത് കോടതി അംഗീകരിക്കും. അത് നമുക്ക് കോടതിയെ അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ 5 സെന്റ് സ്ഥലം വെച്ച് ഒരു കുടുംബത്തിന് കൊടുക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
അല്ലല്ല, കൊടുക്കുന്ന സ്ഥലത്തല്ലേ വീട് വെക്കാൻ പറ്റുള്ളൂ, രണ്ട് വേറെ സ്ഥലത്ത് വീട് പണിയാൻ പറ്റില്ല. അല്ലല്ല, സ്ഥലം ലഭ്യമാക്കാനായിട്ട് നമ്മൾ ഈ ശങ്കരൻ നായരുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ആ ലഭ്യമാകുന്ന 5 സെന്റ് സ്ഥലത്ത് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ക്രമീകരണം അത് സർക്കാർ ചെയ്യുന്നതായിരിക്കും. മലയിടം തുരുത്ത് നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇടപെടുകയായിരുന്നു മന്ത്രി റോജി എം ജോൺ. അതിൽ ഒരു സമവായത്തിലേക്ക് എത്താനായിട്ടില്ല, നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി റോജി എം ജോൺ സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഇരുകൂട്ടരുമായി സംസാരിച്ചു. ശങ്കരൻ നായർ, ആ സ്ഥലം ഉടമയും, ഒപ്പം തന്നെ ശങ്കരൻ നായരുടെ കുടുംബവുമായും, ഒപ്പം തന്നെ ഈ മലയിടം തുരുത്ത് നിവാസികളുമായും സർക്കാർ സംസാരിച്ചു. ഇതിൽ സർക്കാർ മുന്നോട്ട് വെച്ച ആശയം ഇരുവരും അംഗീകരിച്ചാൽ കോടതിക്ക് പുറത്ത് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് മന്ത്രി റോജി എം ജോൺ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.